എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കാനെടുത്തപ്പോൾ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന്, ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ 2 നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 നാടൻ മുട്ട. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടോ? എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. 1/4 സ്പൂണിൻ്റെ ആവശ്യമുള്ള ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് തിരുകി വച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. തേങ്ങ ഇടണമെന്ന നിർബന്ധമൊന്നുമില്ല. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി ഉണ്ടാക്കിയെടുക്കാം. ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അല്പം എണ്ണ ഒഴിച്ചു. അല്പം എണ്ണ മതി കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മൾ മുട്ട വേവിച്ചെടുക്കാൻ. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓംലെറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയൊരു ഓംലെറ്റ്. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.